ഇപ്പോൾ കുട്ടികളെ വിവാഹം കഴിപ്പിച്ചയക്കാൻ ഒരു ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ മനസ്സിനൊരു വേദനയാണ്. അവർക്ക് എന്ത് സംഭവിക്കുമെന്ന ചിന്തയാണ് നമ്മളെ പലപ്പോഴും അത് തളർത്തുന്നത്. അത്തരത്തിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കുന്നതും പല വാർത്തയുമാണ് എന്ന് നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കും. ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ചു, ഭർത്തൃവീട്ടിൽ അസ്വാഭാവികമായ മരണം, ഇത്തരത്തിലുള്ള വാർത്തകൾ ദൈനംദിന ജീവിതത്തിൽ തന്നെ പലയിടത്തു നിന്നും പൊങ്ങി വരുന്നുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിൽ, പ്രത്യേകിച്ച് ഇന്ത്യയിൽ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു വാർത്ത കേൾക്കുമ്പോൾ നാളെ വിവാഹം കഴിക്കാൻ പോലും പെൺകുട്ടികൾ ഭയക്കുന്നു എന്ന് വേണം നമ്മൾ കരുതേണ്ടത്. ഇത്തവണ വാർത്ത വരുന്നത് കണ്ണൂരിൽ നിന്നാണ്. കണ്ണൂർ തളിപ്പറമ്പിൽ കരിമ്പത്ത് 4 മാസം മുൻപ് വിവാഹിതയായ യുവതി ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു. 22 വയസ്സ് മാത്രമാണ് ഈ പെൺകുട്ടിയുടെ പ്രായം എന്നതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടതാണ്. 4 മാസം മുൻപാണ് ഈ പെൺകുട്ടി വിവാഹിതയാകുന്നത്. വളരെ ആഡംബരപ്രദമായി തന്നെ ഗംഭീരമായി വീട്ടുകാർ കല്യാണം കഴിപ്പിച്ചയച്ച പെൺകുട്ടി തന്നെയാണ്. 4 മാസമായി അവൾ ഭർത്താവിന്റെ വീട്ടിൽ താമസിക്കുന്നു. അതിനു മുൻപ് വരെയും അവൾക്ക് യാതൊരു മാനസിക പ്രശ്നങ്ങളോ അല്ലെങ്കിൽ സംഘർഷങ്ങളോ ഒന്നുമില്ലായിരുന്നുവെന്ന് വീട്ടുകാർ ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ സാൻഡ്ര എന്ന 22 വയസ്സുകാരി ഈ പ്രദേശത്തൊക്കെ തന്നെയും അറിയപ്പെടുന്ന ഒരു നൃത്താധ്യാപിക കൂടിയാണ് എന്നതാണ് ഏറ്റവും വലിയ വാർത്ത. സാന്ദ്ര താര എന്ന 22 വയസ്സുകാരി മരണപ്പെട്ടപ്പോൾ ഒരു കലാകാരി കൂടിയാണ് അവിടെ മരണപ്പെട്ടത്. കരിമ്പം സ്വദേശിയായ ആകാശ് മോഹന്റെ ഭാര്യയാണ് സാൻഡ്ര. വ്യാഴാഴ്ച വൈകിട്ടോടെ ഭർത്തൃവീട്ടിൽ കിടപ്പുമുറിയിലെ ജനൽ കമ്പിയിൽ തൂങ്ങി മരിച്ച നിലയിലാണ് സാൻഡ്രയുടെ മൃതദേഹം കണ്ടെത്തിയത്. കൊല്ലം സ്വദേശികളായ രമേശൻ താര ദമ്പതികളുടെ മകളാണ് സാൻഡ്ര താര. ഇവർ നേരത്തെ പരശ്ശിനിക്കടവ് തളിയലായിരുന്നു താമസമെങ്കിലും നിലവിൽ ബാവുപറമ്പിലേക്ക് താമസം മാറിയിരിക്കുകയാണ്. സൂരജിത്താണ് സാൻഡ്രയുടെ സഹോദരൻ. വിവാഹം കഴിഞ്ഞ മാസങ്ങൾ മാത്രം പിന്നിടുന്ന സാഹചര്യത്തിൽ യുവതിയുടെ മരണത്തിൽ കടുത്ത അസ്വാഭാവികതയുണ്ട് എന്ന് സാൻഡ്രയുടെ കുടുംബം ആരോപിച്ച് രംഗത്തെത്തുന്നു. കുടുംബത്തിന്റെ പരാതിയെ തുടർന്ന് തളിപ്പറമ്പ് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തത് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുമുണ്ട്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നടപടികൾക്കായി തന്നെ മാറ്റിയിരിക്കുകയാണ്. ഈ പെൺകുട്ടി തൂങ്ങി മരിക്കുന്ന സമയം വീട്ടിൽ ആരും തന്നെ ഇല്ലായിരുന്നുവെന്നും അതുപോലെ വീട്ടിൽ ഉണ്ടായിരുന്നവർക്ക് മുറിയിലേക്ക് കയറാൻ പോലും പറ്റുന്നില്ലായിരുന്നുവെന്നുമാണ് പറയുന്നത്. മുറി പൂട്ടിയ നിലയിലായിരുന്നുവെന്നും പറയുന്നു. ആത്മഹത്യാ പ്രേരണയായി വല്ലതും അവിടെ നടന്നിട്ടുണ്ടോ എന്നത് ഉൾപ്പെടെ തന്നെ ഇവരുടെ മൊഴികളിൽ നിന്നും അയൽക്കാരുടെയും കുടുംബക്കാരുടെയും ഒക്കെ വാക്കുകളിൽ നിന്നും അവർ കണ്ടതും കേട്ടതുമായിട്ടുള്ള സംഭവങ്ങളെല്ലാം വിശകലനം ചെയ്യും. അതുപോലെ തന്നെ സാൻഡ്രയുടെ ഫോണുകൾ, മെയിലുകൾ, ചാറ്റുകൾ എല്ലാം തന്നെ പരിശോധിക്കുകയും ഇവരുടെ കോൾ റെക്കോർഡ് എപ്പോഴും ഉള്ള കാര്യങ്ങൾ പോലും ചർച്ച ചെയ്യുകയും അതെല്ലാം തന്നെ പരിശോധിച്ചതിന് ശേഷം മാത്രമേ കൂടുതൽ കാര്യങ്ങൾ ഇക്കാര്യത്തിനെ കുറിച്ച് പറയാൻ സാധിക്കൂ എന്നാണ് പോലീസ് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു നിലയിൽ തന്നെ അസ്വാഭാവികത കേസ് ആ പെൺകുട്ടിക്ക് എന്തായിരുന്നു പ്രശ്നമെന്ന് വീട്ടുകാർക്കോ കുടുംബക്കാർക്കോ ഭർത്താവിനോ പോലും പറയാൻ സാഹചര്യത്തിൽ കൂടുതൽ അന്വേഷണമാണ് വേണ്ടതെന്ന് തന്നെയാണ് ഇപ്പോൾ പോലീസ് തന്നെ തീരുമാനിച്ചിരിക്കുന്നത്.